ഈ ബസ് അപ്പാട് വന്ന് നമ്മൾ ഓരോട് പറയുന്നുണ്ട് സ്റ്റോപ്പ് ചെയ്യ് പക്ഷെ ഇവളും ഈ കുഞ്ഞനും അതിന്റെ അടിയിലേനും ഉണ്ടാവുക. ആ രണ്ട് അമ്പുണ്ടായിരുന്നു, അത് ചാടിയിട്ട് വരുമ്പോൾ സ്പീഡായിട്ട് അവർക്ക് തോന്നി. അപ്പോൾ അവർ കുട്ടികൾ പേടിച്ചിട്ട് എൻ്റെ ട്രിപ്പും കട്ടായി, ഇപ്പോൾ അവിടെ വെറുതെ ഇരിക്കേണ്ട എൻ്റെ കൂലിയും കട്ടായി. വടകര പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ സ്വകാര്യ ബസ് യാത്രക്കാരെ ഇടിക്കാൻ ശ്രമിച്ചതായി പരാതി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ അമിത വേഗത്തിലെത്തിയ ബസ് ഇടിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. ഇതേ തുടർന്ന് ആളുകൾ കൂടുകയും പോലീസ് എത്തുകയും ചെയ്തു. അതേസമയം ഇടിക്കാൻ ശ്രമിച്ചില്ലെന്നും മെല്ലെയാണ് ബസ് വന്നതും ട്രാക്കിലായതിനാൽ ഹോൺ അടിച്ചതുകൊണ്ട് കുട്ടികൾ പേടിച്ചെന്നുമാണ് ബസ് ജീവനക്കാർ പറയുന്നത്. വടകര പുതിയ ബസ് സ്റ്റാൻഡിലാണ് സംഭവം. നമ്മൾ ട്രാക്കിലേക്ക് കാരുന്നേനും ഈ ബസ് സ്റ്റാൻഡിങ് ഇങ്ങോട്ടൊക്കെ നമ്മൾ കാരുമ്പോൾ ഈ ബസ് അപ്പാട് വന്ന് നമ്മൾ ഓരോട് പറയുന്നുണ്ട് സ്റ്റോപ്പ് ചെയ്യ് പക്ഷേങ്കിൽ ഒരു കാറിനായിട്ട് അപ്പാട് നിർത്തില്ല. നമ്മളെ കൊള്ള കാരും ആയ ബസ്. എന്നിട്ട് എന്താ പറയുക ഇവളും ഈ കുഞ്ഞനും അതിൻ്റെ അടിയിലേനും ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ സാവകാശം അയാളോട് നമ്മൾ പോയി പറഞ്ഞ് എന്ത് നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് അപ്പാട് ഓർ ചോദിച്ചു. 1 മിനിറ്റിൻ്റെ കാര്യമല്ലേ, ട്രാക്കല്ലേ, മറ്റേ അപ്പാട് ഓർ ഷൗട്ട് ചെയ്ത്. അന്നേരം എല്ലാവരും വന്ന് ഇങ്ങനെ ഇതായി. അതെ, നമ്മൾ വരികയായിരുന്നു ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന. അപ്പോൾ ബസ് പാഞ്ഞടിച്ച് വരുന്നതാണ് ഇങ്ങോട്ടേക്ക്. ഞാൻ കുട്ടീനെ കൈപിടിച്ച് ഇങ്ങോട്ടേക്ക് തട്ടിയില്ലെങ്കിൽ ഞങ്ങൾ 3 ആളും പോയേനെ. അത്രത്തോളം അവര് സംസാരം ശരിയില്ല. അവർ പറയുന്നത് ട്രാക്കിലല്ലേ, എന്ത് ട്രാക്കിൽ സ്റ്റാൻഡിലല്ലേ വരുന്നത്, നമ്മൾ നടു റോഡിലല്ലല്ലോ, കയറാനുള്ളതല്ലേ. ദേശീയപാതയിലെ കുരുക്കുൾപ്പെടെ ബസ്സുകളുടെ സമയക്രമത്തെ കാര്യമായി ബാധിക്കുന്നത് പലപ്പോഴും ട്രിപ്പ് കട്ടാവുന്നതായും ജീവനക്കാർ പറയുന്നു. 1 മിനിറ്റ് ഉൾപ്പെടെയുള്ള സമയത്താണ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടാൻ സാധിക്കുക. ഇത് ഓടിയെത്താൻ കഴിയുന്നില്ലെന്നുള്ള പ്രശ്നവുമുണ്ട്. ദേശീയപാതയിലെ കുരുക്കം മറികടക്കാൻ സ്വകാര്യ വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിലൂടെ കടന്നു പോകുന്നതായും ജീവനക്കാർ പറയുന്നു. ഇതും കുരുക്കിന് ഇടയാക്കുന്നുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും വാഹനങ്ങൾ ഇതുവഴി കയറിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് കാരണം ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ടോയ്ലറ്റിന് സമീപം വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നതും ബസ്സുകൾക്ക് കാര്യമായി ബാധിക്കുന്നുണ്ട്. ഇതുവഴി കടന്നു വരാനും ബുദ്ധിമുട്ടുണ്ടാകുന്നതായി ജീവനക്കാർ പറയുന്നു. ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ഇടയിലൂടെ സർവീസ് നടത്തുമ്പോൾ സമയവും ട്രിപ്പും കട്ടാവുന്ന സാഹചര്യമുണ്ട്. എന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ വളരെ രൂക്ഷമായ രീതിയിലാണ് ആളുകൾ പ്രതികരിക്കുന്നതെന്നും ഇവർ പറയുന്നു. ഇത് തൊഴിലിനെ ബാധിക്കുന്നതായും ജീവനക്കാർ പറയുന്നു. എനിക്ക് 1 മിനിറ്റായിരുന്നു ബാക്കിയുള്ളൂ സ്റ്റാൻഡിൽ കയറാൻ. അപ്പോൾ പെട്ടെന്ന് അമ്പ് ചാടി വരുമ്പോൾ ആ ട്രാക്കിൽ കുട്ടികൾ 2 പെണ്ണുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് ഞാൻ വരുന്ന കണ്ട് പേടിച്ചിട്ട് അവർ ഓടിയതാണ്. അല്ലാതെ അവരെ തട്ടാൻ ഓവർ സ്പീഡിലൊന്നും വന്നതെന്നല്ല. ആ 2 അമ്പുണ്ടായിരുന്നു, അത് ചാടിയിട്ട് വരുമ്പോൾ സ്പീഡായിട്ട് അവർക്ക് തോന്നി, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ കുട്ടികൾ പേടിച്ചിട്ട് അപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ ട്രാക്കല്ലേ. പിന്നെ ഒരുപാട് വണ്ടി അവിടെ പുറത്തൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഇടയിൽ കൂടെ കയറി വരുമ്പോഴേക്കും 1 മിനിറ്റ്. എനിക്ക് 30-ന് പോകേണ്ട വണ്ടി, 6:30 പോകേണ്ട വണ്ടിയാണ്. ഞാൻ 5:15 തലശ്ശേരി നിർത്തിയിട്ട് 6:30 പോകേണ്ട വണ്ടി ഈ ബ്ലോക്ക് ചോറോട് കയറ്റി ബ്ലോക്കും ഈ പഴയ സ്റ്റാൻഡ് ബ്ലോക്കും ഇതൊക്കെ ഓടിയിട്ടാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ 1 മിനിറ്റ് ആയിരുന്നു ബാക്കിയുള്ളൂ. 29 ആയിരുന്നുണ്ടോ, 28 കഴിഞ്ഞ് 29 ആ 1 മിനിറ്റിൽ എനിക്ക് ആളെ എടുത്ത് പോകേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് അവിടുന്ന് അമ്പ് ചാടിയിട്ടാണ് വന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് ഓവർ സ്പീഡാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഉള്ള പ്രശ്നങ്ങളാണ്, അത്രേ ഉള്ളൂ. അങ്ങനെ എനിക്ക് ആ പ്രശ്നമാക്കിയത് കാരണം എൻ്റെ ട്രിപ്പും കട്ടായി, ഇപ്പോൾ അവിടെ വെറുതെ ഇരിക്കേണ്ട എൻ്റെ കൂലിയും കട്ടായി. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ. ആരോഗ്യ മേഖലയിൽ ജോലി സ്വന്തമാക്കാം. അതിന് ഫീസ് ഒരു തടസ്സമേ ആകില്ല. ജോബ് ഓറിയന്റഡ് സ്കിൽ കോഴ്സായ നഴ്സിംഗ് അസിസ്റ്റന്റ് പഠിക്കാം. മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെന്റ് കിട്ടിയതുകൊണ്ട് ജോബിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. CM ഹോസ്പിറ്റൽ വടകര,